ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിപ്പോൾ ഈ ഒരുങ്ങി കെട്ടിയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ ഡേ 2 ആണ്. ഞങ്ങളിന്ന് പോകുന്നത് എങ്ങോട്ടായിരിക്കും? എൻ്റെ ഗെറ്റപ്പ് കണ്ടിട്ട് എങ്ങോട്ടാണെന്ന് ആണ് തോന്നുന്നത്. ഞങ്ങൾ ഇറങ്ങി, അമ്മയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ റെഡിയായിട്ട് ആദ്യം ഇറങ്ങി. നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ടയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾ റെഡിയായി. നമ്മൾ നേരെ പോകുന്നത് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ. ബസ് പിടിക്കാനുള്ള പോക്കാണ്. ആദ്യം ഞങ്ങൾ പ്രൈവറ്റ് സ്റ്റാൻഡിലായിരുന്നു പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ബസ് കുറച്ചുകൂടി ലേറ്റ് ആയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ KSRTC തന്നെ വന്നു. അങ്ങനെ ഞങ്ങൾക്ക് ബസ് കിട്ടി കേട്ടോ. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മലയാലപ്പുഴ ദേവീ ക്ഷേത്രത്തിലാണ് കേട്ടോ. പത്തനംതിട്ട മലയാലപ്പുഴയുള്ള ദേവീ ക്ഷേത്രത്തിലാണ്. അപ്പം നമ്മൾ പത്തനംതിട്ടയോട് ടാറ്റാ ബൈ പറയാനുള്ള സമയമായി. നമ്മൾ അമ്പലത്തിലെല്ലാം പോയി. അപ്പം നമ്മളിനി അടുത്ത ബസ് പിടിക്കാൻ പോവാണ് കേട്ടോ. ടാറ്റാ പത്തനംതിട്ട. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി കേട്ടോ. നേരെ പോയത് വീണ്ടും ബസ് സ്റ്റാൻഡിലേക്കായിരുന്നു. എന്താണെന്നറിയില്ല, അധികം വെയിറ്റ് ചെയ്യേണ്ടതൊന്നും ആവശ്യം വന്നില്ല. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ ബസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് ഡയറക്റ്റ് ബസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ പോകുന്നത് കോഴഞ്ചേരിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോഴഞ്ചേരി എത്തി. അവിടെ ചെന്ന് കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ അടുത്ത ബസ്സിന് കയറി. നമ്മളിപ്പോൾ കോഴഞ്ചേരിയിൽ നിന്ന് വിട്ടു കേട്ടോ. ബസ്സിന് കയറി ഇനിയിപ്പോൾ നമ്മൾ കോട്ടയം ബസ്സിനാട്ടോ കയറിയത്. അപ്പോൾ കോഴഞ്ചേരിയിൽ നിന്ന് ബസ് എടുത്തു. ഇപ്പം ഞങ്ങൾ എത്തി നിൽക്കുന്നത് മണർകാടാണ്. എല്ലാ പ്രാവശ്യവും തന്നെ ആ ഒരു ടൈമിൽ ഞങ്ങൾ വരാറുള്ളതായിരുന്നു. ഇപ്രാവശ്യം മാത്രം ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളിപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം ഞങ്ങൾ പോകുന്നതായിരുന്നു. അങ്ങനെ ഞങ്ങൾ മണർകാട് ഇറങ്ങി ഒരു ഓട്ടോയ്ക്കൊക്കെ കയറി ഞങ്ങൾ പള്ളിയിലെത്തി ഗായ്സ്. നമ്മൾ പള്ളിയിലെത്തി. അവിടെ ചെന്നപ്പോൾ നല്ല ആൾ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്താണ് ഇവിടെ പരിപാടിയെന്ന്. അങ്ങനെ കയറി നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇന്നവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇത്രയും തിരക്ക്. ഒരുപാട് വണ്ടിയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ട്രിപ്പ് എന്ന് പറഞ്ഞു പോയിട്ട് തീർത്ഥാടന യാത്രയാണല്ലോ കാണുന്നത്. ശരിയാണ്, ഒരു ചെറിയ തീർത്ഥാടന യാത്ര തന്നെയാണ് കേട്ടോ. പള്ളി അമ്പലമൊക്കെ ആയിട്ട്. എന്താണെന്നറിയില്ല, ഞങ്ങൾ എല്ലാ വർഷവും ഇതേപോലെ പോവാറുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് മണർകാട് പള്ളിയിലാണ് കേട്ടോ. കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, മൈക്ക് കൂട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ഉള്ളത് മണർകാട് പള്ളി കേട്ടോ. ഇതാണ് മണർകാട് പള്ളി. ഗായ്സ്
ഞാനിപ്പോൾ ഉള്ളത് ഒരു സ്പെഷ്യൽ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ എത്തിയപ്പോൾ കുറച്ചധികം വൈകിപ്പോയി. രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോയി ഞങ്ങൾ തിരിച്ചു വന്നു. കോട്ടയത്ത് നിന്ന് ഒരു പാട്ട ട്രെയിനിന് കയറി. എൻ്റെ ദൈവമേ, അത് ഇവിടെ എത്തിയപ്പം 5 മണിക്ക് എത്തേണ്ട ട്രെയിൻ 6:30 ഇവിടെ എത്തിയപ്പോൾ. എവിടെ എത്തിയപ്പോൾ? ഞങ്ങളിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെവിടെയാ ഉള്ളതെന്ന്. നമ്മൾ ഇന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെ അടുത്താണ്. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ഗുരുവായൂരപ്പനെ കാണണം എന്ന്. അങ്ങനെ പറഞ്ഞ് നമ്മളിവിടെ എത്തി. അപ്പോൾ നമ്മൾ റൂമിലാണ്. ഇപ്പോൾ വന്ന് കുളിയെല്ലാം കഴിഞ്ഞൊന്ന് സെറ്റ് ആയതേ ഉള്ളൂ. അതുകൊണ്ട് ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ തൃശ്ശൂരിൽ നിന്ന് കയറി ഇവിടെ എത്തിയപ്പോഴത്തേനും ഒരു സമയമായി. അങ്ങനെ ഇപ്പോൾ ഫ്രഷായി അമ്പലത്തിലേക്ക് ഒന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ബാക്കി കാണിച്ചു തരാം. ബാക്കി വഴിയെ കാണാം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി. നമ്മൾ അമ്പലത്തിലേക്ക് നടന്നു പോവാണ് കേട്ടോ. നമ്മളങ്ങനെ അമ്പലത്തിലെത്തി. തൊഴുതു. ഇവിടെ ഇത് നടക്കുന്നുണ്ട്. എല്ലാവരും അരങ്ങേറ്റമൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ അമ്പലത്തിൽ തൊഴുതു. എന്നിട്ട് തിരിച്ചു പോവാണ് കേട്ടോ റൂമിലേക്ക്. നമുക്ക് രാവിലെ വന്നിട്ട് പിന്നെ തൊഴാം അല്ലേ. നമുക്ക് രാവിലെ വരാം. ഇപ്പം നമുക്ക് തൽക്കാലം റൂമിൽ പോകാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ടാറ്റാ, ബൈ, സീ യു.